അപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ ആദ്യം തന്നെ പറയാറ് നല്ല കോൺഫിഡൻസ് തരുന്നൊരു വണ്ടിയാണിത്. അതിന് മുന്നേ നമുക്ക് ഈ സ്ഥലത്തിനെ പറ്റി പറയാം. കല്ലൂർക്കുന്ന് അടിപൊളിയായിട്ടൊരു സ്ഥലമാണ്. നമ്മൾ ഈ ചിത്രത്തിലൊക്കെ കാണുന്ന രീതിയിലുള്ള ചെറിയൊരു ബസ് സ്റ്റോപ്പൊക്കെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. പിന്നെ മുളയുടെയൊക്കെ ഒരു കൂട്ടാണ്. വയനാടിൻ്റെ തനതായ രീതിയിലുള്ള ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. രാവിലെ പോവുകയാണെങ്കിൽ നമുക്ക് കോടയും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ്. പിന്നെ ഇവിടെയൊക്കെ പോകുന്ന വഴിയിലൊക്കെ ചെറിയ ചെറിയ ഗ്രാമങ്ങളിലൂടെയാണ് നമ്മൾ പോകേണ്ടത്. നല്ലൊരു അടിപൊളി ഏരിയ ആണ്. നമുക്ക് ഇതിലൂടെ പോകുമ്പോൾ ആ ഒരു നല്ലൊരു ഫീൽ കിട്ടുന്ന രീതിയിലുള്ളൊരു സ്ഥലമൊക്കെയാണ്. റോഡാണെങ്കിലും പിന്നെ ബാക്കിയുള്ള മൊത്തത്തിലുള്ള ഓവറോൾ കാഴ്ചകളൊക്കെ അടിപൊളിയാണ്. ഇനി വണ്ടീനെ പറ്റി പറയുകയാണെങ്കിൽ 312 cc സിംഗിൾ സിലിണ്ടർ 4 വാൾവ് SI എഞ്ചിനാണ് ഇതിൽ വന്നിരിക്കുന്നത്. റിവേഴ്സ് ആയിട്ടാണ് ഇൻക്ലൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ പൊസിഷൻ ചെയ്തിട്ടുള്ളത് ആ രീതിയിലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ പവർ വരുവാണെങ്കിൽ 38 bhp 9900 RPM 29 Nm ഓഫ് ടോർക്ക് 7900 RPM വരുന്ന ഒരു എഞ്ചിനാണിത്. അത് നമുക്ക് ട്രാക്കിലും സ്പോർട്സിലുമാണ് ഈ ഒരു മാക്സിമം പവർ കിട്ടുക. അർബൻ റെയിൻ വരുവാണെങ്കിൽ 25 bhp അതുപോലെ തന്നെ 25 Nm ടോർക്കും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു വണ്ടിയുടെ സീറ്റിംഗ് പൊസിഷനൊക്കെ നോക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടൊരു സീറ്റിംഗ് പൊസിഷനാണ്. സ്പോർട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സ്പോർട്ടും അല്ല, എന്നാൽ സ്ട്രെയിറ്റും അല്ലാത്ത രീതിയിലുള്ള ഒരു മീഡിയം ലെവലിലുള്ള ഒരു ഫീലാണ് നമുക്ക് ഈ ഇരിക്കുമ്പോൾ കിട്ടുന്നത്. പക്ഷേ ഓടിക്കാനോ ഇരുത്തത്തിലോ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ ഒരു സ്ഥലം ഞാൻ നേരത്തെ പോകുമ്പോഴേ നോക്കി വെച്ചിട്ടൊരു സ്ഥലമാണ്. നേരത്തെ ക്യാമറ ഒന്നും സെറ്റ് ചെയ്യാത്തതുകൊണ്ട് എടുക്കാണ്ടിരുന്നതാണ്. തിരിച്ചു വരുമ്പോൾ എന്തായാലും വീഡിയോ എടുക്കണം എന്നുള്ള ഒരു ഇതിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് അപ്പാട് എന്നാണ്. ഇവിടെ അടിപൊളിയായിട്ടുള്ളൊരു സീനറി നമുക്ക് കാണാനുണ്ട്. നമുക്ക് എന്തായാലും വണ്ടി ഒന്ന് സൈഡാക്കിയതിന് ശേഷം നിങ്ങളും കൂടെ അത് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അടിപൊളിയാണ്. ഞാൻ പോകുമ്പോൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായി കണ്ടപ്പോൾ ഞാൻ തന്നെ ആകെ ഒന്ന് ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ സീനറി വേറെ ലെവലാണ്. ആകാശവും ആ ഒരു പുല്ലിൻ്റെ പച്ചപ്പൊക്കെ വരുമ്പോഴുള്ള അടിപൊളി വ്യൂ എന്നെല്ലാം പറഞ്ഞല്ലോ. നമ്മൾ ഈ കമ്പ്യൂട്ടറിലൊക്കെ കാണുന്ന സ്ക്രീന് പോലെയുള്ള ഒരു ഫീലൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ ഈ ഒരു പുല്ല് വളർത്തുന്ന ഒരു ഏരിയ ആണിതും. അടിപൊളിയാണ്. കണ്ടപ്പോൾ തന്നെ ഞാൻ തിരിച്ചു വരുമ്പോൾ എന്തായാലും വീഡിയോ എടുക്കണമെന്ന് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇനി ഇതിൻ്റെ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 4 മോഡിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ പറഞ്ഞു. ഇനി സസ്പെൻഷൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നല്ല അടിപൊളിയാണ്. വണ്ടി ഹാൻഡിൽ ചെയ്യാനൊക്കെ നല്ല അടിപൊളിയാണ്. ഇതിന് വരുന്ന ടയർ മെഷിൻ്റെ റോഡ് 5 ആണ് ടയർ വരുന്നത്. അതിൻ്റെ ഒരു ഫീല് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. കോർണറിങ്ങിലൊക്കെ നല്ല കോൺഫിഡൻസ് കിട്ടുന്ന രീതിയിലാണ് കൊടുക്കുന്നത്. പിന്നെ ബ്രേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. ഡുവൽ ചാനൽ ABS വരുന്നുണ്ട്. ABSൻ്റെ ഇൻ്റർവെൻഷൻ വരുവാണെങ്കിൽ ABS റെയിൻ സ്പോർട്ടിലും കുറഞ്ഞ രീതിയിലും, അതുപോലെ തന്നെ ട്രാക്ക് സ്പോർട്ടിൽ കുറഞ്ഞ രീതിയിലും, റെയിൻ അർബനിൽ മാക്സിമം ABSൻ്റെ സപ്പോർട്ടും കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് സ്വിച്ചബിൾ അല്ല, പക്ഷേ ഈ ഒരു മോഡ് മാറുന്നതിനനുസരിച്ച് മാറ്റാൻ പറ്റും. പിന്നെ ഒരു 60-70 പോവുകയാണെങ്കിൽ വണ്ടി വലിയ ഹീറ്റും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. പക്ഷേങ്കിൽ കുറഞ്ഞ സ്പീഡിൽ പോവുകയാണെങ്കിൽ കാലിലേക്ക് നല്ല രീതിയിൽ ഹീറ്റ് വരുന്നത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അധികം ദൂരമൊന്നും വേണ്ട. ഏകദേശം ഒരു 1/2 കിലോമീറ്ററിനുള്ളിൽ തന്നെ നമുക്ക് ആ ഹീറ്റ് പതിയെ പോവുകയാണെങ്കിൽ, സ്ലോലി പോവുകയാണെങ്കിൽ 1/2 കിലോമീറ്ററിനുള്ളിൽ തന്നെ കാലിലേക്ക് ഹീറ്റ് വരുന്നൊരു ഫീല് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹീറ്റ് കിട്ടുന്നുണ്ടെന്ന് തന്നെ വേണം പറയാൻ. പിന്നെ ഓവറോൾ നോക്കുവാണെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു പ്രൈസ് വെർത്തായിട്ടുള്ള വണ്ടിയായിട്ട് തോന്നുന്നുണ്ട്. ലോങ് ഒക്കെ പോകാൻ നല്ലതാണ്. ഒരു 60-70 സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ഹീറ്റോ കാര്യങ്ങളൊന്നും കാലിലേക്ക് അടിക്കില്ല. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ നല്ല സസ്പെൻഷൻസാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിലുള്ള സീറ്റ് വലിയൊരു തീരെ കംഫർട്ടബിൾ അല്ല എന്ന് വേണം പറയാൻ. കാരണം അത്രയും സേഫ് അല്ല. ഒരു ഹാൻഡിൽ കൊടുത്തത് ഒരു സൈഡിൽ മാത്രമാണ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത്. ചിലപ്പോൾ ഒന്ന് ആക്സിലേറ്റർ എന്ന് പറയുന്നത് സെൻസറാണ് വന്നിരിക്കുന്നത്. റൈഡ് ബൈ കേബിൾ അല്ല, സെൻസറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ റെസ്പോൺസ് ക്വിക്കാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് അത് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലൊരു സേഫ് അല്ലാത്ത രീതിയിലുള്ള റൈഡായിരിക്കും. പിൻഭാഗത്ത് നമുക്ക് ഇതിൻ്റെ 0 to 100 എത്തുന്നത് 6.74 സെക്കൻഡ് കൊണ്ട് എത്തും. അതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ അത്രയും ക്വിക്കാണ്. പിന്നെ സ്പോർട്സിലും ട്രാക്കിലും പറയേണ്ട വളരെ ഡേഞ്ചറാണ്. നമ്മൾ റോഡിൽ ഓടിക്കുമ്പം സ്പോർട്സും അതുപോലെ തന്നെ ട്രാക്ക് വിട്ട് ഓടിക്കുന്നത് ഭയങ്കര ഡേഞ്ചറാണ്. അർബനും റെയിൻ ആണെങ്കിൽ നല്ല കംഫർട്ടബിളാണ്. ലാഗോ കാര്യങ്ങളൊന്നുമില്ല. നല്ല ഓടിക്കാൻ നല്ല ഇത് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് അതും സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എനിക്ക് ഈ വണ്ടി ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു 600-650 cc ഒരു ലുക്കും ഉണ്ട് വണ്ടിക്ക്. അതുപോലെ തന്നെ ട്രാക്ക് മോഡും, അതുപോലെ തന്നെ സ്പോർട്സ് മോഡും, അതുപോലെ തന്നെ റൈഡിങ് മോഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സ്ലിപ്പർ ക്ലച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള മീറ്റർ ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നല്ല റോഡ് പ്രസൻസ് കിട്ടുന്നുണ്ട്. ടയേഴ്സും ആണെങ്കിലും കോർണറിങ്ങിലും ഒക്കെ നല്ല സപ്പോർട്ട് ചെയ്യുന്ന ടയേഴ്സൊക്കെ നോക്കുവാണെങ്കിലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു മോഡൽ തന്നെയാണെന്ന് വേണം ഇത് പറയാൻ. എനിക്കെന്തായാലും വണ്ടി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല കിലോമീറ്റേഴ്സും ഞാൻ ഓടിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഈ ഹീറ്റിൻ്റെ കാര്യമാണ് എനിക്ക് അത് സ്ലോയിൽ പോകുമ്പോൾ മാത്രമാണ് ഹീറ്റിൻ്റെ കാര്യം. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് 180 പറയുന്നത്. അത് വലിയൊരു ബുദ്ധിമുട്ടായി തോന്നുന്നില്ല. നമ്മൾ ചിന്തിക്കുമ്പോൾ കുറച്ച് പ്രശ്നമാണ് തോന്നുകയാണെങ്കിൽ ഓടിക്കുമ്പോൾ അത് വലിയൊരു പ്രശ്നങ്ങളായി തോന്നുന്നില്ല. കാരണം
കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. തട്ടിപ്പോകുന്ന പ്രശ്നങ്ങളൊന്നും അങ്ങനെ വരില്ല. പിന്നെ പില്ലിയൻ്റെ ബാക്കിൽ ബാഗും കാര്യങ്ങളൊന്നും വെച്ച് കെട്ടാനും നമുക്കിതിനൊരു ഓപ്ഷൻ ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഒരു സൈഡിലുള്ളൊരു ഹാൻഡിൽ മാത്രമാണ് പിൻഭാഗത്ത് വരുന്നത്. പക്ഷേ സ്റ്റൈലിങ്ങിൻ്റെ കാര്യത്തിൽ അടിപൊളിയാണ്. അപ്പോൾ ഇത്രയാണ് ഓവറോൾ ഈ ഒരു വണ്ടിയുടെ കാര്യങ്ങൾ ഓടിച്ചിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്.